പുനലൂർ YMCAയുടെ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. YMCA പുനലൂരിന്റെ ശതാബ്ദി ആഘോഷങ്ങളാണ് സമാപിച്ചത്. ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ മഹത്തായി ഈ സാംസ്കാരിക പ്രസ്ഥാനം എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ ലോകത്ത് സമാന സ്വഭാവത്തിലുള്ള മറ്റേതെങ്കിലും ഒരു യുവജന സന്നദ്ധ സാമൂഹ്യ സംഘടന ഇങ്ങനെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വിശ്വാസത്തെ കൂടി പിൻപറ്റിക്കൊണ്ടാണ്, ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവിക വിശ്വാസത്തെ കൂടി പിൻപറ്റിക്കൊണ്ട് ആഗോളതലത്തിൽ ആ ക്രൈസ്തവതയെ അല്ലെങ്കിൽ ധാർമ്മികതയെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, ആത്മീയതയുടെ അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം, സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിലാണ് YMCA പ്രസ്ഥാനം ലോകത്ത് രൂപം കൊണ്ടതും ഇന്ന് ലോകത്ത് ശ്രദ്ധേയമായ നിലയിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സംഘടനകളൊന്നായി തലയെടുപ്പോടുകൂടി നിലകൊള്ളുകയും ചെയ്തു. YMCA പ്രസിഡന്റ് ഷിബു കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അലക്സാണ്ടർ തോമസ് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ ജസ്റ്റിൻ ജോർജ് സ്വാഗതം പറഞ്ഞു. YMCA സെക്രട്ടറി ബാബു P റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സുവനീർ പ്രകാശനം, SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. YMCA പുനലൂർ സബ് റീജിയൻ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യു ശതാബ്ദി സന്ദേശം നൽകി. കൗൺസിലർ നിമ്മി എബ്രഹാം, YMCA മുൻ ദേശീയ നിർവാഹക സമിതി അംഗം സന്തോഷ് കെ തോമസ്, പുനലൂർ സബ് റീജിയൻ YMCA മുൻ ചെയർമാൻ സക്കറിയ വർഗീസ്, YMCA പ്രോജക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KT തോമസ്, പുനലൂർ YMCA മുൻ പ്രസിഡന്റ് ജോസി ജോസഫ്, YMCA ട്രഷറർ റെജി K ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.